ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എംടെക് ട്രിപ്പിൾ മൊഡ്യൂൾ 1 ആണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻസ്. നമുക്ക് ലീനിയർ ഓൾജിബ്രായിക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. അതിൽ കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത്. നിലവിലുള്ള സിലബസിലുള്ള ടോപ്പിക്സാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഇതൊക്കെയാണ്. ഇൽ കണ്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗൗസിയൻ എലിമിനേഷൻ ഉണ്ട്, LU ഫാക്ടറൈസേഷൻ ഉണ്ട്, മെട്രിക്സ് ഇൻവേർഷൻ ഉണ്ട്, ഗോസ് സെയ്തൽ മെത്തേഡുണ്ട്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡുണ്ട്, പിന്നെ ഐഗൺ വാല്യൂസ്, പവർ മെത്തേഡ്, ഡയഗണലൈസേഷൻ ആൻഡ് QR ഫാക്ടറൈസേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. A linear system is said to be ill condition. A small change in the coefficient of the equation result into a largest change in values of the unknowns. അതായത് നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണല്ലോ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. എന്താ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് അറിയാമോ? എന്താ ലീനിയർ ഇക്വേഷൻ? പവർ 1, എക്സിൻ്റെ പവർ ഏറ്റവും വലിയ പവർ 1 ആയിട്ട് വരുന്ന ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ 2-3 ഇക്വേഷൻ, അതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് ഇതാ, ഇത് കണ്ടോ, ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, കുറച്ച് വേരിയബിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും ഇസഡും. അങ്ങനെ എത്ര വേരിയബിൾ ഉണ്ടോ അത്ര ഇക്വേഷൻ കാണും. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അൺനോൺസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ഈ 3 ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അതായത് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. ഇവിടെ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1. അങ്ങനെ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റിൽ ഞാനൊരു ചെറിയ മാറ്റം വരുത്തുന്നു. ഇത് ഞാൻ 1.1 ആക്കുന്നു, ഇത് 2.1 ആക്കുന്നു, ഇത് 1.2 ആക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റം വരുത്തുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ 2 എന്ന് പറയുന്നതിന് 1.999 എന്ന് എഴുതുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് XYZ, ഞാനിപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ XYZ കണ്ടുപിടിക്കുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന വാല്യൂവും ഞാൻ ഇവിടെ ഇങ്ങനെ കോഎഫിഷ്യൻറ്റുകൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് കണ്ടുപിടിക്കുന്ന XYZൻ്റെ വാല്യൂവും തമ്മിൽ ബിഗ് ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ, വലിയ മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ, അത് കൂടുകയോ കുറയുകയോ ആയിക്കോട്ടെ, ഒരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ അതെന്താണ്? ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഞാൻ എന്തെന്ന് വിളിക്കും? ഇൽ കണ്ടീഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് വിളിക്കാം. അറ്റ് ദ സെയിം ടൈം എന്താണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യം? ഞാൻ ഈ കോഎഫിഷ്യൻറ്റിൽ വ്യത്യാസം വരുത്തുന്നതിൽ മാറ്റമൊന്നും, അതായത് ചെറിയൊരു മാറ്റം ഞാൻ കോഎഫിഷ്യൻറ്റിൽ വരുത്തിയാൽ എനിക്ക് കിട്ടുന്ന XYZലും ചെറിയ മാറ്റമേ വരുന്നുള്ളെങ്കിൽ അതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്? വെൽ കണ്ടീഷൻ എന്ന് വിളിക്കേണ്ടത്. അതിൽ നമുക്കധികം കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൽ കണ്ടീഷനാണ് നിങ്ങളുടെ മൊഡ്യൂളിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ ഇൽ കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് വെൽ കണ്ടീഷനും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ കണ്ടീഷൻ നമ്പറാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ നമ്പറിനെ നമ്മൾ KA എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇൽ കണ്ടീഷൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കണ്ടീഷൻ നമ്പർ എന്ന് പറയുന്നത്. കണ്ടീഷൻ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സെൻസിറ്റിവിറ്റി, അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടീഷൻ നമ്പർ യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: നോം A ഇൻറ്റു നോം A ഇൻവേഴ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായി? കണ്ടീഷൻ നമ്പർ കിട്ടി. ആ നോം എയും നോം A ഇൻവേഴ്സും അല്ലെങ്കിൽ KA ഒക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? KA ഒക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. അതിൽ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കണക്ക് അതിനേക്കാളും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ നോക്കുന്നതിനേക്കാളും ഇത് നോക്കുന്നതാണ് നല്ലത്. ഇത് 1 ആണ് കേട്ടോ. നോം X1 ഉണ്ട്, നോം X2 ഉണ്ട്, നോം X ഇൻഫിനിറ്റി ഉണ്ട്. ഇതിനൊക്കെ ഓരോ മീനിങ് ആണ്. ഈ മീനിങ് ഞാൻ താഴോട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ 2 ആൾക്കാരെ നോക്കാം. ഒന്നുകിൽ നമുക്ക് പ്രോബ്ലം ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇത് വെച്ച് ചെയ്യാം. ഇതിലേത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനൊരു എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് തന്നേക്കുന്നതേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ വീഡിയോ ഒത്തിരി വലുതാവാൻ ചാൻസ് ഉണ്ട്. അതും കൂടെയൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും കേട്ടോ. നോക്കിയേ, ഈ A1 എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഓഫ്
എ ജെ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, മാക്സിമം. എ ജെയിലെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് ഞാനിവിടെ എഴുതി, ഇവിടെ ഞാനൊരു മെട്രിക്സ് എഴുതി എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ A1 ഞാൻ എടുക്കുന്നത് കോളത്തിലായിരിക്കും. ഫസ്റ്റ് കോളമാണോ സെക്കൻഡ് കോളമാണോ എന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കോളത്തിലെ രണ്ടെണ്ണോടെ കൂട്ടി ഇവിടെ എഴുതുന്നു, സെക്കൻഡ് കോളത്തിലെ രണ്ടെണ്ണോടെ കൂട്ടി ഇവിടെ എഴുതുന്നു. ഇതിലേതാണ് വലുത്, അതാണ് എൻ്റെ A1 എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് A ഇൻഫിനിറ്റിയിലും വരുന്നത്. A ഇൻഫിനിറ്റിയിൽ നമ്മൾ റോ ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ABCD എന്ന് എഴുതിയാൽ ഫസ്റ്റ് റോ കൂട്ടി ഇവിടെ എഴുതുന്നു, സെക്കൻഡ് റോ കൂട്ടി ഇവിടെ എഴുതുന്നു. ഇത് രണ്ടിൽ ആരാണോ വലുത് അവരെ എടുക്കുന്നതാണ് A ഇൻഫിനിറ്റി. സിംപ്ലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോം A1 നോ A ഇൻഫിനിറ്റി കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ കണ്ടീഷൻ നമ്പറുമായിട്ട് ഒരു ഡെഫിനേഷൻ ഞാൻ പറയുന്നുണ്ട്. വി സേ ദാറ്റ് കണ്ടീഷൻ നമ്പർ ഈസ് ലാർജർ ദെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൽ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കണ്ടീഷൻ നമ്പർ വലുതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൽ കണ്ടീഷനാണ്. അതുപോലെ കണ്ടീഷൻ നമ്പർ ചെറുതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, വെൽ കണ്ടീഷനാണ്. നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. വലുതാണെങ്കിൽ ഇൽ കണ്ടീഷൻ, ചെറുതാണെങ്കിൽ ഇൽ കണ്ടീഷൻ അല്ല. ഇൽ കണ്ടീഷൻ ആണോ അല്ലേ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഈ വലുത് ചെറുതെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് എത്രയാണെന്ന് അറിഞ്ഞൂടല്ലോ. അത് നോക്കി, കണ്ടീഷൻ നമ്പർ ലെസ് ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ അത് വെൽ കണ്ടീഷൻ ആയിരിക്കും, ചെറിയ നമ്പറാണ്. അതേസമയം 10നും 100നും ഇടയ്ക്കാണ് കണ്ടീഷൻ നമ്പർ വരുന്നതെങ്കിൽ അത് മോഡറേറ്റ്ലി ഇൽ കണ്ടീഷൻ ആണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതേസമയം 100ൻ്റെയും 1000ൻ്റെയും ഇടയിലാണെങ്കിൽ അതെന്താണ്, അത് കണ്ടീഷൻ മെട്രിക്സ് ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ കണ്ടീഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെന്ന് പറയാം, ലീനിയർ ഇക്വേഷൻ. 1000ത്തിലും കൂടുതലാണെങ്കിലോ അത് സെവറലി ഇൽ കണ്ടീഷൻ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് നോട്ട് ചെയ്യാനുള്ള ടൈം തരുന്നില്ല, നിങ്ങളുടെ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തതാണ്. ഫൈൻഡ് ദ കണ്ടീഷൻ നമ്പർ ആൻഡ് ചെക്ക് വെദർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഇൽ കണ്ടീഷൻ ഓർ നോട്ട്. കണ്ടോ, ഒരു മെട്രിക്സ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ തന്നിട്ട് അത് ഇൽ കണ്ടീഷൻ ആണോ അല്ലയോ എന്നായിരിക്കും ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഈ തന്നേക്കുന്ന ആളെയാണ് ഞാൻ A ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് എൻ്റെ അൺനോൺ മെട്രിക്സ് ആണ്. ഇത് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസറാണ്. അൺനോണിൻ്റെ ആൻസർ അല്ല, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആൻസറാണ് ഇത്. ഞാൻ അതിന് A മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം എന്താ, എനിക്ക് നോം A കണ്ടുപിടിച്ചാൽ തന്നെ ഇൽ കണ്ടീഷൻ ആണോ അല്ലേന്ന് അറിയാൻ പറ്റും. നോം A എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നോം ഇൻഫിനിറ്റി ആയിട്ടും കണ്ടുപിടിക്കാം, നോം A1 ആയിട്ടും കണ്ടുപിടിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാവുള്ളൂ. ഞാനിവിടെ 6C എന്ന് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിലും എഴുതിയേക്കുന്നത്. അല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു രീതി ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണേ എന്താ, A ഇൻഫിനിറ്റിയാണ് ചെയ്യാൻ പോണേ. A ഇൻഫിനിറ്റി റോ കൂട്ടണം. ഇതാ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതണം, ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതണം. നോക്കിയേ, ഇതിലാരാ വലുത്, അയാളെയാണ് ഞാൻ എടുക്കേണ്ടത്. അയാളാണ് ഈ എഴുതിയേക്കുന്നത്. ഇത്രയാണ് ഞാൻ എഴുതിയേക്കുന്ന 1201 എന്ന് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ, എയുടെ ഇൻവേഴ്സാണ് ഞാൻ ദാ ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, എയുടെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും, 2/2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ആദ്യം അഡ്ജസൻ്റ് A കണ്ടുപിടിക്കണം. അഡ്ജസൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതാ എയും നോക്കി നമ്മൾ എന്താ പറഞ്ഞു വന്നത്, അഡ്ജോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാ നോക്കി, ആദ്യം ഈ മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് ഒന്ന് തിരിച്ചിടുന്നു. എയുടെ സ്ഥാനത്ത് ഡിയും ഡിയുടെ സ്ഥാനത്ത് എയും ഇടുന്നു. ഓഫ് ഡയഗണലിലെ എലമെൻറ്റ്സ് സെയിം പൊസിഷനിൽ തന്നെ, ബട്ട് എന്താവും, നെഗറ്റീവ് സൈൻ വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഇത്രയായപ്പോൾ അഡ്ജോയിൻ്റ് A ആയി. ഇനി അടുത്ത ഞാൻ ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കാനായിട്ട് ഈ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യണം മൈനസ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഓഫ് ഡയഗണൽ ഇതല്ല ഇത് കേട്ടോ, ഒന്നുകൂടെ പറയാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ അഡ്ജോയിൻ്റ് A മനസ്സിലായല്ലോ, മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് റിവേഴ്സ് ഇടുന്നു, ഓഫ് ഡയഗണലിലെ സെയിം പൊസിഷൻ ബട്ട് നെഗറ്റീവ് സൈൻ ആവുന്നു. ഇതുപോലെ ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കാനായിട്ട് മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് ഓഫ് ഡയഗണലിലെ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കിട്ടുന്ന ആൻസറാണ് ഡിറ്റർമിനൻ്റ് A. ഇനി A ഇൻവേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 1/* ഡിറ്റർമിനൻ്റ് A ഇൻറ്റു അഡ്ജോയിൻ്റ് A ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ M.Tech സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നമുക്ക് ഈ ഇൻവേഴ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതുപോലെ ഇത് ചെയ്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാവോ, A ഇൻവേഴ്സിൻ്റെ അതും കണ്ടുപിടിക്കുന്നു. ഇതേപോലെ റോയിലെ രണ്ട് എലമെൻറ്റ്സും കൂട്ടി ഞാൻ ഇവിടെ എഴുതുന്നു.
ഇവിടുത്തെ 2 എലമെൻറ്റ്സ് കൂട്ടി ഇവിടെ എഴുതുന്നു. ഇതിലേതാണ് വലുതെന്ന് നോക്കുന്നു, അത് എഴുതുന്നു. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1000-നേക്കാൾ അല്ലെങ്കിൽ 100-ൻ്റെ 1000-ൻ്റെ ഇടയിലുള്ള നമ്പറാണോ, 1000-നേക്കാൾ കൂടുതൽ നമ്പറാണോ, 100-നേക്കാൾ കൂടുതലോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എങ്കിൽ അത് ആരാണ്? ഇൽ കണ്ടീഷനാണ്. സെയിം പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം വൈസും ഇതുപോലെ ചെയ്യാം. ചെയ്ത് നോക്കിയാൽ മതി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം കേട്ടോ. ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുകൂടെ കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 3/3 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. 3/3 ആണെങ്കിലും ഇക്വേഷൻ ഇതാണ്. 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ് ഇക്വേഷൻ വരുന്നത്. അതിൽ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കങ്ങനെ ക്രോസ് ചെയ്താൽ മാത്രം പോരാ. ഇവിടെ ആദ്യം എ എടുക്കണം. എ എടുത്ത് എന്നിട്ട് എ കിടക്കുന്ന റോയും കോളവും മാറ്റിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഡിറ്റർമിനൻ്റായിട്ട് എടുത്ത് സോൾവ് ചെയ്യണം. അതുപോലെ ബി എടുക്കുമ്പോഴോ ബി കിടക്കുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 4 പേരെ ഡിറ്റർമിനൻ്റായിട്ട് എഴുതണം. അതുപോലെ തന്നെ സി കിടക്കുന്ന റോയും കോളവും മാറ്റിയിട്ട് അവരെയും എന്തായിട്ട് എഴുതണം? നമ്മുടെ ഡിറ്റർമിനൻ്റായിട്ട് എഴുതണം ബാക്കിയുള്ള ആൾക്കാരെ. അത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്നത് പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് സൈൻ വന്നുകൊണ്ടിരിക്കും കേട്ടോ. 3/3 ആയതുകൊണ്ടാണ് 2 സൈൻ മാത്രമേ വന്നോളൂ. ഇനി അടുത്തത് അഡ്ജോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാനായിട്ട് മൈനർ കണ്ടുപിടിക്കണം. എല്ലാ എലമെൻസിൻ്റെയും മൈനർ കണ്ടുപിടിക്കണം. മൈനർ ഓഫ് എ, മൈനർ ഓഫ് ബി, മൈനർ ഓഫ് സി, മൈനർ ഓഫ് ഡി, മൈനർ ഓഫ് ഇ, മൈനർ ഓഫ് എഫ്, മൈനർ ഓഫ് ജി, മൈനർ ഓഫ് എച്ച്, മൈനർ ഓഫ് ഐ എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതണം. ഇപ്പോൾ മൈനർ ഓഫ് എ എന്ന് പറഞ്ഞാൽ MA, മൈനർ ഓഫ് ബി എന്ന് വെച്ചാൽ MB. ഇങ്ങനെ എഴുതണമെന്നില്ല, പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് മൈനറിൻ്റെ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ മൈനർ ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ എ കിടക്കുന്ന കോളവും റോയും ഒഴികെയുള്ള ബാക്കി 4 പേര്. അങ്ങനെയാണെങ്കിൽ റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തേ. ഞാനിപ്പോൾ ചൂസ് ചെയ്ത് കിടക്കുന്ന കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ACGI മനസ്സിലായോ? അവരെഴുതണം. അവരെഴുതിയിട്ട് അത് ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടറാണ്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഓരോന്നിൻ്റെയും മൈനർ ഉണ്ടല്ലോ. എയുടെ മൈനറുണ്ട്, ബിയുടെ മൈനറുണ്ട്, സിയുടെ മൈനറുണ്ട്, എല്ലാത്തിൻ്റെയും മൈനറുണ്ട്. ആ മൈനറിൻ്റെ തൊട്ട് മുന്നിലായിട്ട് -1 എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് എഴുതണം. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആണെന്നുണ്ടെങ്കിൽ 1 1, സെക്കൻഡ് കോളം ഫസ്റ്റ് റോ ആണെന്നുണ്ടെങ്കിൽ 2 1. അങ്ങനെ ഏതാണോ അതിൻ്റെ പൊസിഷൻ അത് മുകളിൽ പ്ലസ് ചെയ്യണം. -1 കോളത്തിൻ്റെ പൊസിഷൻ പ്ലസ് റോയുടെ പൊസിഷൻ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് കോഫാക്ടർ. ഇനി വേണം നമ്മൾ മെട്രിക്സ് എഴുതുന്നുണ്ട്. കോഫാക്ടർ ഓഫ് എ, അതാണ് ഞാൻ CA എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൈനർ ഓഫ് എയുടെ കൂടെ അതിൻ്റെ -1 അതിൻ്റെ പൊസിഷൻ തമ്മിൽ പ്ലസ് ചെയ്യണം. എന്നിട്ട് ആ കോഫാക്ടർ ഓഫ് ബി, കോഫാക്ടർ ഓഫ് സി അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എഴുതി വയ്ക്കുക. അതാണ് 3/3 അഡ്ജോയിൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടി, ഇൻവേഴ്സ് കിട്ടി. ഇനി ചെയ്യാമല്ലോ ഇൻവേഴ്സ്. ഒരു ഹോംവർക്ക് നോട്ട് ചെയ്തോ. ഈ ഹോംവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക്, നേരത്തെ അതിനകത്ത് എക്സും വൈയും ഇക്വേഷനും ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് എ മാത്രം മതി. അതുകൊണ്ടാണ് ഇവിടെ എ മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കിയാൽ മതി. സിലബസിലെ മോഡൽ ക്വസ്റ്റ്യനാണ് ഇത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ തന്നേക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സോൾവിങ്. അതായത് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കുറേ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മൾ വളരെ വിശാലമായ രീതിയിൽ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ജനറലായിട്ടൊന്ന് പറഞ്ഞുതരാം. A11 x പ്ലസ് A12 y പ്ലസ് A13 z = B1. അതുപോലെ ഇങ്ങനെ ഈ A11 A12 A13 എന്നൊക്കെ പറയുന്നത് നമ്പേഴ്സാണ് കേട്ടോ. എന്നോട് ജനറലായിട്ട് പറയാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്ക് തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ A11 A12 അതായത് നമ്മൾ എക്സ് വൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. അതിനെല്ലാം ഒരേ പൊസിഷനിലാണ് എഴുതിക്കുന്നുണ്ട്. എക്സിൻ്റെതെല്ലാം ഒരേ പൊസിഷനിൽ, വൈയുടേതെല്ലാം ഒരേ പൊസിഷനിൽ, ഇസഡിൻ്റെതെല്ലാം ഒരേ പൊസിഷനിൽ അങ്ങനെ എഴുതി. പിന്നെ ഈ എക്സ് വൈ ഇസഡിനെ ഞാനൊരു കോളം മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എഴുതുന്നു. ഈ ആൻസറുള്ള B1 B2 B3 ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. ഇത് നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AX + B എന്ന് പറയുന്ന ഫോമിലാണ് നമ്മളിപ്പോൾ ഈ മെട്രിക്സ് എഴുതി വെച്ചേക്കുന്നത്. എയുടെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, B1 B2. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് ചെയ്തതിലെ പ്ലസ് വരുന്നത് A1 × X പ്ലസ് A12 × Y പ്ലസ് A13 × Z = B11. അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്.
അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എഴുതിയൊക്കെയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യല്ല, ഞാൻ അതിനെ ഒന്ന് ക്ലബ് ചെയ്ത് എഴുതുകയാണ്. അന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ മെട്രിക്സ് അതുപോലെ ഞാൻ എഴുതി, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കോളം എക്സ്ട്രാ ചേർത്ത് ഞാൻ ആരെഴുതി, ബി എഴുതി കേട്ടോ. ബി എഴുതിയതിന് ശേഷം അപ്പോൾ എനിക്കൊരു പുതിയ മെട്രിക്സ് കിട്ടിയല്ലോ, എ ബി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാമോ, ഈ എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ പല ഓപ്പറേഷൻ നടത്തി ഞാൻ എ ബി സ്റ്റാർ ആക്കണം. ആ എ ബി സ്റ്റാറിൻ്റെ പ്രത്യേകത എന്തുവാണ്, എ ബി സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണൽ മെട്രിക്സ് ഉണ്ടല്ലോ, അത് നോൺ സീറോ മെട്രിക്സ് ആയിരിക്കണം. അതായത് അതിൻ്റെ താഴോട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം സീറോയും ആയിരിക്കണം, ഈ ഡയഗണലി വരുന്ന മെട്രിക്സ് എല്ലാം നോൺ സീറോയും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും, ടീച്ചർ ഇപ്പോൾ അതിനകത്ത് 1 അല്ലേ എഴുതിയിരിക്കുന്നത്, 1 ആക്കാൻ പറ്റുമെങ്കിൽ 1 ആക്കുന്നതാണ് ഏറ്റവും നല്ലത്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് 1 ആക്കാൻ പറ്റിയില്ല, ഒരു നോൺ സീറോ നമ്പറെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ നോൺ സീറോ ആക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളെ മുകളിലത്തെ നമ്പർ മാറാതിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ A12 സ്റ്റാർ A13 സ്റ്റാർ എന്നൊക്കെ ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറൂല. അത് നമുക്ക് എങ്ങനെ റോ ട്രാൻസ്ഫോർമേഷനിലൂടെയോ എങ്ങനെയെങ്കിലും മാറ്റുക. അങ്ങനെ മാറ്റിയെടുത്തിട്ട് വീണ്ടും ഞാൻ ഈ ഇതിനെ ഒന്നുകൂടെ സോർട്ട് ചെയ്ത് എഴുതും. എങ്ങനെയാണെന്നറിയാവോ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എ എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ എഴുതും. ലാസ്റ്റ് കോളത്തിൽ അത്രയും വാല്യൂസ് ബി ആയിട്ട് കൊടുക്കും, അതിൻ്റെ ഇപ്പുറത്ത് എക്സ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ, അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കി ഇവിടെ എല്ലാം സീറോ ആയില്ലേ. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇവിടുത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ എലമെൻറ്റ് പ്ലസ് ഇവിടുത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ എലമെൻറ്റ് പ്ലസ് ഇവിടുത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ എലമെൻറ്റ്. അതാണ് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് കിട്ടും. അതാണിതെന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ചെയ്യണം, അപ്പോൾ ഇത് കിട്ടും. പിന്നെ മൂന്നാമത്തെ ചെയ്യണം, അപ്പോൾ ഇത് കിട്ടും. അതിൽ നിന്ന് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് മുകളിലത്തെ ഇട്ട് കൊടുക്കണം. അതിൽ നിന്ന് പിന്നെ വൈയുടെ വാല്യൂ കിട്ടും, ആ വാല്യൂയും ഇസഡിൻ്റെ വാല്യൂ കൂടെ ചേർത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. ബാക്ക് വർക്ക് എന്നാണ് അതിന് പറയുന്നത്. അത് ചെയ്ത് എന്ത് ചെയ്യണം, വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാ നോക്കിക്കേ, യൂസിങ് ഗോസ് എലിമിനേഷൻ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. നമ്മുടെ ഈ തന്നേക്കുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എല്ലാം ഒരു മെട്രിക്സ് ആയിട്ട്, അൺനോൺസിനെ എല്ലാം ഒരു മെട്രിക്സ് ആയിട്ട്, നമ്മുടെ ഫൈനൽ വാല്യൂവിനെ എല്ലാം ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുക. ദെൻ നമ്മൾ അൺനോൺ വാല്യൂവും ഫൈനൽ വാല്യൂവും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നു. ദെൻ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ കോളം ട്രാൻസ്ഫർ ചെയ്ത് റോ ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ നോക്കിയാൽ അത് ഓരോ പ്രോബ്ലത്തിലും ഓരോ കാര്യമായിരിക്കും. ഈ പറയുന്ന കണക്ക് നമ്മളെല്ലാത്തിലും ഇതൊന്നും ആയിരിക്കില്ല ചെയ്യുന്ന. ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഫസ്റ്റ് പുള്ളിക്കാരനെ എന്താക്കാൻ പറ്റുമോ നോക്കണം, 1 ആക്കാൻ പറ്റുമോ നോക്കണം. അതിന് ശേഷം അതിന് താഴെയുള്ള ആളെ 0 ആക്കാൻ പറ്റുമോ നോക്കണം. പിന്നെ ഇവിടെ അങ്ങനെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇത് ചെയ്യുക. ഇതൊക്കെ +2 ലെവലാണ് ഈ കോളം ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ സെക്ഷൻ ഞാൻ വീണ്ടും ഇതിൽ പറയുന്നില്ല, നിങ്ങളൊന്ന് കയറി നോക്കുക. കയറി നോക്കിയതിന് ശേഷം പറ്റിയില്ലെങ്കിൽ പറയുക, ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ നോക്കുക, നമുക്ക് റോ ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മൾ മാറ്റി നോക്കിയേ, ഈ ഇത്രയും ആൾക്കാരെ 0 ആക്കി. നമ്മൾ മെയിൻ ഉത്തരവാദിത്തം കഴിഞ്ഞു. പറ്റുകയാണെങ്കിൽ ഇവരെ എന്താക്കുക, 1 ആക്കുക. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് എൻ്റെ എ എന്ന് അസ്യൂം ചെയ്യുന്നു. വീണ്ടും ഞാൻ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈക്വൽ ടു ബി എഴുതുന്നു. ഇതെൻ്റെ എ ആണെന്നല്ല അസ്യൂം ചെയ്യേണ്ടത്, ഇതിലെ ഇത്രയും ആൾക്കാരെ എ ആയിട്ടങ്ങ് എടുക്കുക, എക്സിന് മാറ്റമില്ല, ഇത്രയും ആൾക്കാരെ ബി ആയിട്ടങ്ങ് എടുക്കുക. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ കിട്ടിയ വാല്യൂസ് ഇൻറ്റു എക്സിൻ്റെ വാല്യൂസ് ചെയ്യുക, ഈക്വൽ ടു ബി എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിൽ എഴുതി കാണിച്ചു തരാം. ഞാൻ നോക്കിയേ, ഇവിടെ നമ്മൾ എ ആരാണ്, 1 2 1 0 -1 1 0 0 8. ഇതാണ് എൻ്റെ എ. എക്സ് ഈക്വൽ ടു ബി എന്നല്ലേ നമ്മൾ എഴുതേണ്ട, എക്സിന് മാറ്റമില്ല. എക്സ് ആരുടെ, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ആര്, ബി എന്ന് പറയുന്നത് 3 4 24 3 4 24. ഓക്കെ, എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇത് ഈക്വൽ ടു ആണേ. 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് 2 ഇൻറ്റു വൈ
പ്ലസ് 2 ഇൻറ്റു വൈ 1 ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് അല്ലേ ഈക്വൽ ടു ആരെന്ന് 3 എന്ന് വരും. 3 ഇത് എൻ്റെ ഇസഡ് ആണ് കേട്ടോ. ഇസഡ് ഈക്വൽ ടു 3 കണ്ടോ. അടുത്തത് 0 ഇൻറ്റു എക്സ് വേണ്ടല്ലോ. -1 ഇൻറ്റു വൈ മൈനസ് വൈ 1 ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് ഈക്വൽ ടു ആര് 4. മനസ്സിലായോ. അടുത്ത 0 0 വൈ എക്സും വൈയും പോയി. ഇസഡ് ആര് 8 ഇസഡ് ഈക്വൽ ടു 24. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇസഡ് കണ്ടുപിടിക്കാമല്ലോ. ആ ഇസഡ് ഇവിടെ ഇട്ട് കൊടുത്താൽ വൈ കിട്ടുമല്ലോ. ഇസഡും വൈയും അറിയാമെങ്കിൽ എക്സ് കണ്ടുപിടിക്കാമല്ലോ. ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് അറിയാമായിരിക്കും, എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വൈയുടെയും വാല്യൂസ് അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. അതാണ് എൻ്റെ അൺനോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ നോട്ട് ചെയ്തോളണേ. ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. അടുത്തത് LU ഡീകമ്പോസിഷൻ. എന്തുവാടെ LU ഡീകമ്പോസിഷൻ? ഇതേപോലെ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി തന്നെയാണ് ഈ പറയുന്നത്. അതിൽ L എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ട മെട്രിക്സ്. അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതായത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ലോവറിലാണ് എനിക്ക് മുകളിൽ ആൾക്കാർ വരുന്നത്, അപ്പറിൽ ആരായിരിക്കും 0. U എന്ന് പറയുമ്പോൾ അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അപ്പറിലായിരിക്കും ആൾക്കാർ വരുന്നത്. ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡയഗണലിൽ കിടക്കുന്ന എല്ലാവരും 1 ആയിരിക്കണം. അപ്പർ ട്രയാങ്കുലർ ആ പ്രശ്നമില്ല, അതൊരു അപ്പർ ട്രയാങ്കുലർ ആയിരുന്നാൽ മാത്രം മതി. ഇതിൽ നമുക്ക് ഫസ്റ്റ് കിടക്കുന്ന ആ ഡയഗണലിൽ ഉള്ള ആൾക്കാർ ആരായിരിക്കണം 1 ആയിരിക്കണം. ഒന്ന് നോക്കിയേ, കണ്ടോ. അതായത് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ ആൻസറിനെ നമ്മൾ ആദ്യം എല്ലായിട്ടും ന്യൂ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത രീതിയിൽ, അതായത് എല്ലിൻ്റെയും യുവിൻ്റെയും പ്രോഡക്റ്റായിട്ട് എയെ റെപ്രസെൻറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അതിന് മാറ്റം വരുത്തുന്നത്. ഓക്കെ, ഇതാ നോക്കി. സോൾവ് ദ ഫോളോയിങ് യൂസിങ് LU ഡീകമ്പോസിഷൻ. ഈ ഇക്വേഷന് LU ഡീകമ്പോസിഷന് ചെയ്ത് എല്ലും യു ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതാ നോക്കി എങ്ങനെ ചെയ്യുമെന്ന്. ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷന് AX = B എന്നുള്ള രീതിയിൽ എഴുതണം. അതിൽ നിന്ന് A ഇങ്ങോട്ട് എടുക്കണം. ആ A എന്തൊക്കെ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്? എല്ലും യുവും. ഞാനിവിടെ എനിക്ക് ഡിജിറ്റ്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എല്ലിൻ്റെ തണ്ട് ഇവിടെ ഉള്ള നമ്പേഴ്സിനെയൊക്കെ ഈ A എന്നും B എന്നും C എന്നും D എന്നും E എന്നും F എന്നുള്ള നമ്പറിനെയാണ് എന്തെന്ന് എഴുതിയേക്കുന്നത്? L21 L23 L31 എന്നൊക്കെ എഴുതിയേക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ 1. അതുപോലെ ഇവിടെയും നമുക്ക് അവിടെ വരുന്ന നമ്പേഴ്സിനെ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേക്കുന്നു? A11 A12 A1 ആണോ B ആണോ U11 U12 എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. എങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത്? ഇവിടെ ഉള്ള റോയും ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവർ ആഡ് ചെയ്യണം. 1 ഇൻറ്റു U11 പ്ലസ് ബാക്കി 2 0 എഴുതണ്ട. അടുത്ത് ഇവിടെയോ 1 ഇൻറ്റു U22 U12 ബാക്കി എഴുതണ്ട. ഓക്കെ, അതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം. നോക്കിയേ, എനിക്കിപ്പോൾ ഈ പൊസിഷനിലെ നമ്പറാണ് വേണ്ടത്. ഈ പൊസിഷനിലെ നമ്പർ വേണമെങ്കിൽ ഈ പൊസിഷനിലെ നമ്പർ വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഏത് റോയാണ്? തേർഡ് റോ ഇതിലെടുക്കണം. ഇത് ഏത് കോളമാണ്? സെക്കൻഡ് റോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എന്താ L31 ഇൻറ്റു U12 കണ്ടോ, U12 പ്ലസ് L32 ഇൻറ്റു U22 പ്ലസ് 1 ഇൻറ്റു 0. 1 ഇൻറ്റു 0 വരുമോ? ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മറന്നു പോകണമെങ്കിലോ എന്നോർത്തിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. അതേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട്? U11 എന്ന് പറയുന്ന 2 ആണെന്നറിയാം, U12 എന്ന് പറയുന്ന 3 ആണെന്നറിയാം, U13 എന്ന് പറയുന്ന 1 ആണെന്നറിയാം. അതാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വേണ്ട ഇവിടെ L21 ഇൻറ്റു U11 1 ആണെന്നറിയാം, പക്ഷേ U11 2 ആണെന്നറിയാം. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓരോ ആൾക്കാരെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിനി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് നോക്കി, L21 U11 U22 അതിലാരെയൊക്കെ എനിക്കറിയാം? L21 അറിയാം, എന്നുണ്ട് ഇവിടെ നിന്നറിയാം. L12 അറിയാം, ഇവിടെ നിന്നറിയാം. ഇനി L22 മതി. ഇവർ രണ്ടുപേരും ഇപ്പുറത്തുണ്ടെന്ന് L22 കിട്ടുമല്ലോ. അങ്ങനെ ഓരോരുത്തരെ കേട്ടോ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആര് കിട്ടി? എല്ലും കിട്ടി, യുവും കിട്ടി. എല്ലും യുവും എടുത്ത് എഴുതി വയ്ക്കുക. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ. എല്ലും യുവും എടുത്ത് എഴുതി വയ്ക്കുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ സോൾവ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് അല്ലേ?
LU ഡീകമ്പോസിഷൻ ഉപയോഗിച്ച്. അപ്പോൾ LU ഫാക്ടേഴ്സ് മാത്രം ആക്കാനും ചോദിക്കും. LU ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യാനും ചോദിക്കും. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യനിൽ സോൾവ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ല ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ LU ഡീകമ്പോസിഷൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയർ ചെയ്യുക. ഇതിന് രണ്ടിനും വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിന് രണ്ടിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഇട്ട് കൊടുക്കുക. തെളിയുന്നില്ലല്ലോ അവിടെ. ഇതിന് വാല്യൂ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞു. LU ഡീകമ്പോസിഷൻ കഴിഞ്ഞു. പക്ഷേ LU ഡീകമ്പോസിഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അൺനോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് AX = B ആയിരുന്നല്ലോ. നമ്മൾ അവിടെ നിന്നല്ലേ തുടങ്ങിയത്. അതാണ്ട് AX = B എന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ആ എക്ക് പകരം LU എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ യുവിനെയും എക്സിനെയും ചേർത്ത് Y എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആരായി? LY = B എന്നായി അല്ലേ? ഈ എല്ലിനെ എനിക്കറിയാമല്ലോ. Y എന്ന് പറയുന്നത് സംതിങ് Y1 Y2 Y3 ആരോ ആണ്. അതെന്തുകൊണ്ടാണ് ഞാനതൊരു കോളം മെട്രിക്സ് ആയിട്ട് എടുത്തത്? എക്സ് കോളം മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ U × X ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു കോളം മെട്രിക്സേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ എടുത്തത്. അപ്പോൾ LY = B ആണ് ഇനി ഞാൻ സോൾവ് ചെയ്യാൻ പോണത്. അതിലിപ്പോൾ എനിക്ക് L കിട്ടി. L21 കിട്ടി, L31 കിട്ടി, L32 കിട്ടി. അത് 3 ഇട്ട് കൊടുക്കുക. ബാക്കി വാല്യൂസ് എനിക്ക് അറിയാമായിരുന്നു. അതിൻ്റെ കൂടെ വൈയുടെ വാല്യൂസും ഇട്ട്. എന്നിട്ട് ഇത് തമ്മിൽ ഞാൻ നോക്കിയേ, ഇത് കോളം മെട്രിക്സ് അല്ലേ? കോളം മെട്രിക്സാണ് അവസാനം എന്തെങ്കിലും എനിക്ക് കിട്ടുന്നത് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. ഞാൻ എന്ത് കണ്ടുപിടിച്ചടേ? എനിക്ക് വീണ്ടും 1 × Y1 മാത്രം കിട്ടി. ബാക്കി 2 0 ആയിപ്പോയി. ഇതാകുമ്പോൾ ½ × Y1 1 × Y2 പിന്നെ വീണ്ടും 0, അത് എഴുതണ്ട. വീണ്ടും 3/2 × Y1 -7 × Y2 1 × Y3. അപ്പോൾ കിട്ടിയല്ലോ. ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇത് എഴുതുക. ഇവിടെ നോക്കിയേ. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ടേംസ് ഈക്വലാണ്. അപ്പോൾ Y1 എന്ന് പറയുന്നത് 9, ½ Y1 × Y2 എന്ന് പറയുന്നത് 6. അപ്പോൾ അതിൽ Y1ൻ്റെ വാല്യൂ അറിയാം. അതിൽ നിന്ന് Y2ൻ്റെ വാല്യൂ കിട്ടി. ദെൻ Y3യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ എനിക്ക് ആര് കിട്ടിയടേ? Y കിട്ടി. ഇനി ഇപ്പം എനിക്ക് എന്തറിയാം? ഞാൻ എന്തിനെയാണ് Y എന്ന് വിളിച്ചത്? U × Xനെയാണ് ഞാൻ Y എന്ന് വിളിച്ചത്. അപ്പോൾ അതെടുക്കുന്നു. കാര്യം എന്താ? എനിക്കിപ്പോൾ Y അറിയാം അല്ലേ? അപ്പോൾ ഞാൻ U × X Y ആണെന്ന് എടുത്തു. U നേരത്തെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് കണ്ടുപിടിച്ചു. U11 U12 U13 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? U11 U12 U13 എന്നുള്ളത് എഴുതിയിട്ട് വാല്യൂസ് എഴുതി. അതിൻ്റെ ഇപ്പുറത്ത് X എഴുതി. പിന്നെ Yയുടെ വാല്യൂസ് എനിക്കറിയാമല്ലോ, അതും എഴുതി. നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യണം. 2 × X 2X 3 × Y 3Y 1 × Z അങ്ങനെ ഓരോ വാല്യൂ എഴുതിയപ്പോൾ ലാസ്റ്റ് കോളത്തിൽ നോക്കിയേ, Z × 0 × X 0 × Yയും പോയി. 18 × Z മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് എനിക്ക് Z കിട്ടും. Z എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ Y കിട്ടും. Z Y ഇട്ട് കൊടുത്താൽ X കിട്ടും. Xൻ്റെ Yൻ്റെ Zൻ്റെ വാല്യൂ ആയില്ലേ? അതാണ് എൻ്റെ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹോംവർക്കാണ്, നോട്ട് ചെയ്തോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കാരണം ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനാണ്. അത് കണ്ടോ? ഇതിൻ്റെ LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി നിങ്ങൾ. അപ്പോൾ അവിടെ വെച്ച് മാത്രം നിർത്തുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യുക. ദെൻ മെട്രിക്സ് ഇൻവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻവേഴ്സ് ഉപയോഗിച്ചു. നമ്മൾ നോർമലി അറിയാവുന്ന AX = B ആണെങ്കിൽ X എന്ന് പറയുന്നത് A ഇൻവേഴ്സ്. Aനെ ഡിവൈഡ് ചെയ്യും B/A. B/A എന്ന് വെച്ച് കഴിഞ്ഞാൽ A ഇൻവേഴ്സ് B. ഓക്കെ അല്ലേ? വേണ്ട, AX = B ആയിരുന്നു ഉണ്ടായിരുന്നത്. X കണ്ടുപിടിക്കാനായിട്ട് X = B/A വരും. A എന്ന് പറയുമ്പോൾ A ഇൻവേഴ്സ് 1/A എന്ന് A ഇൻവേഴ്സ്. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എടുക്കുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് AX = B എഴുതുന്നു. എന്നിട്ട് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ് ഡിറ്റർമിനൻ്റെയും അഡ്ജോയിൻ്റെയും കിട്ടി. ഇങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഇൻവേഴ്സും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഒന്നുമില്ല. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. പൗസ് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ PDF നോക്കിയാലും എഴുതുക. ഓക്കെ, ഒരു ഹോംവർക്ക് കൂടെ നോട്ട് ചെയ്തേ. ഇനി നമുക്ക്
ഗോസ് ചെയ്തൽ മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഈ മെത്തേഡ് തൊട്ട് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് ഓർക്കുന്നത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ആകുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ആയി പോവും. ഈ വീഡിയോ തൊട്ട് അടുത്ത വീഡിയോയിൽ ഈ സെഷൻ തൊട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പം തന്നെ 30 മിനിറ്റോളം ആയിട്ടുണ്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതെല്ലാം നോക്കിയിട്ട് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വീഡിയോ ഞാൻ ചെയ്തിട്ട് തരാം കേട്ടോ. എന്നാൽ നോക്കി നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇൽ കണ്ടീഷൻ പഠിച്ചു, ഗോസ് എലിമിനേഷൻ പഠിച്ചു, LU ഫാക്ടറൈസേഷൻ പഠിച്ചു, മെട്രിക്സ് ഇൻവേർഷൻ പഠിച്ചു. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഗോസ് ചെയ്തലുണ്ട്, ലീസ്റ്റ് സ്ക്വയർ ഉണ്ട്, ഐഗൺ വാല്യൂ ഉണ്ട്. ആ 3 സെക്ഷൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.